വരുന്ന സൂപ്പർ കപ്പിന് മുമ്പായിട്ടുള്ള പ്രിപ്പറേഷനിലാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം മാനേജ്മെൻറ്റും ടീമിലെ താരങ്ങളും കോച്ചും സ്റ്റാഫുകളും എല്ലാം ഉള്ളത്. ഒക്ടോബർ 25 ആരംഭിക്കുന്ന സൂപ്പർ കപ്പ് ടൂർണമെൻറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യ മത്സരം വരുന്നത് ഒക്ടോബർ 30 ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് സൂപ്പർ കപ്പിൻ്റെ കിക്ക് ഓഫിനായിട്ട് ഉള്ളത്. ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ടൂർണമെൻറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യമുള്ളത് 3 മത്സരങ്ങളാണ് ഗ്രൂപ്പ് സ്റ്റേജിൽ. പിന്നീട് ഗ്രൂപ്പ് സ്റ്റേജിൽ ചാമ്പ്യന്മാരാവുകയാണെന്നുണ്ടെങ്കിൽ സെമി ഫൈനൽ കളിക്കുവാനും കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നതായിരിക്കും. സോ ഈ ഒരു സാഹചര്യത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമുമായി ബന്ധപ്പെട്ടുണ്ട്. ഒന്നാമത്തെ കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു ട്രെയിനിങ് സ്ട്രക്ചർ. അതായത് ഈ ഒരു മാസം ആദ്യം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ട്രെയിനിങ് സ്ട്രക്ചർ അല്ലെങ്കിൽ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നതാണ്. സോ അതിനാൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഒരു മികച്ച പ്രകടനം തന്നെ ഈ ഒരു മത്സരത്തിൽ, അതായത് ആദ്യ മത്സരമായിട്ടുള്ള രാജസ്ഥാൻ യുണൈറ്റഡ് എഫ്സിക്കെതിരെയുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് കാഴ്ചവെക്കുവാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പോരാത്തതിന് ചെന്നൈയിൻ എഫ്സിക്കെതിരെ, അതായത് ISL ക്ലബ്ബായിട്ടുള്ള ചെന്നൈയിൻ എഫ്സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ഒരു ഫ്രണ്ട്ലി മാച്ച് കളിക്കുകയുണ്ടായി. അതിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളും ഒപ്പം തന്നെ ഇന്ത്യൻ താരങ്ങളും ഒക്കെ തന്നെ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു എന്ന തരത്തിൽ അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സോ സൂപ്പർ കപ്പിന് മുമ്പായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡ് ഇതുവരെ വന്നിട്ടില്ല. അതായത് ഉടൻ തന്നെ ഒഫീഷ്യലായിട്ടൊരു പ്രഖ്യാപനം ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളാണ് ഉള്ളത്. എന്തായാലും സൂപ്പർ കപ്പിന് മുൻപായിട്ട് തന്നെ ഈ ഒരു സ്ക്വാഡ് അനൗൺസ്മെൻറ്റ് വരുന്നതായിരിക്കും. സോ അപ്പോൾ ആരാധകർക്കെല്ലാം ഒരു സംശയമാണ്, ഇനിയും താരങ്ങളുടെ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് നടത്തുമോ എന്നുള്ളത്. നമുക്ക് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം പ്രശസ്ത സ്പോർട്സ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം നമുക്കറിയുവാനായിട്ട് സാധിച്ചിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ CEO ആയിട്ട് അദ്ദേഹം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. സോ ആ ഒരു ടൈമിൽ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സ് ഇനി സൈനിങ് നടത്തുമോ എന്നുള്ളൊരു കാര്യമായിരുന്നു. അതിന് അദ്ദേഹം വ്യക്തമായിട്ടൊരു മറുപടി നൽകിയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി സൂപ്പർ കപ്പിന് മുമ്പായിട്ട് സൈനിങ്ങളൊന്നും തന്നെ നടത്തുകയില്ല, അല്ലെങ്കിൽ സൂപ്പർ കപ്പ് ടീമിനോട് വേണ്ടിയുള്ള സൈനിങ് ഒന്നും ഇനി നടത്തുകയില്ല. അതായത് സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള സ്ക്വാഡ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫിക്സായി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. സോ അതെന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. പക്ഷേ അദ്ദേഹം തന്നെ മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള സ്ക്വാഡ് മാത്രമാണ് നിലവിൽ ഫിക്സ് ആയിട്ടുള്ളത്. ഇനി ISLന് വേണ്ടിയുള്ളത്, അതായത് ISLന് മുമ്പായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഒരു പോക്കാണെങ്കിൽ ഒരു ISL ആരംഭിക്കുക ഒരു ജനുവരി 2nd വീക്കോടുകൂടി ആയിരിക്കാം. ഇതുവരെ ഒരു ടെൻഡറിൻ്റെ കാര്യത്തിലോ ഒരു മറ്റു തരത്തിലുള്ള നീക്കങ്ങളോ നമുക്ക് അറിയുവാനായിട്ട് സാധിച്ചിട്ടില്ല. സോ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു ജനുവരി എങ്കിലും ആവാതെ ISL തുടങ്ങുവാനായിട്ടുള്ള സാധ്യത ഉണ്ടാവുകയില്ല. സോ ആ ഒരു സാഹചര്യത്തിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയും ജനുവരിയിൽ ആരംഭിക്കുന്നതായിരിക്കും. സോ അപ്പോൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലും താരങ്ങളെ സൈൻ ചെയ്യുവാനായിട്ട് ക്ലബ്ബുകൾക്ക് സാധിക്കുന്നതാണ്. സോ അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു ട്രാൻസ്ഫർ വിൻഡോ ഉപയോഗിച്ച് ഒരുപക്ഷെ ഇന്ത്യൻ താരങ്ങളെ, അതായത് ഡൊമസ്റ്റിക് താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുവാനായിട്ടുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ഉള്ളത് എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള അഭിക് ചാറ്റർജി ഇദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ നിന്ന് വ്യക്തമാവുന്നത്. സോ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഇനി സൂപ്പർ കപ്പിന് മുമ്പായിട്ട് സൈനിങ് ഒന്നും പ്രതീക്ഷിക്കേണ്ട, മറിച്ച് അതായത് സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള ഒരു സ്ക്വാഡ് ഫിറ്റായി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. സോ ആ ഒരു സാഹചര്യത്തിൽ ഇനി ISLന് വേണ്ടിയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിന് മുമ്പായിട്ട് 1-2 അല്ലെങ്കിൽ ഒരു താരങ്ങളുടെ, അതായത് ഇന്ത്യൻ താരങ്ങളുടെ സൈനിങ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ബട്ട് ഫോറിൻ താരങ്ങളെ കുറിച്ച് ഇനി എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകതയില്ല. കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ 6 വിദേശ താരങ്ങളുടെയും കോട്ട നിലവിൽ ഫില്ലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ബ്ലാസ്റ്റേഴ്സ് 3 വിദേശ താരങ്ങളുടെ സൈനിങ് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ആഴ്ചകളിൽ വിത്തിൻ 1 വീക്ക് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായെന്നാണ്. കോൾഡോ, ഒബെയ്റ്റ, തിയാഗോ, ആൽവസൻ, യുവാൻ റോഡ്രിഗസ് എന്ന് പറയുന്ന 3 താരങ്ങളെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു സാഹചര്യത്തിൽ അത് വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മികച്ച പ്രകടനം തന്നെ ഈ ഒരു സൂപ്പർ കപ്പിൽ കാഴ്ചവെക്കാനായിട്ട് സാധിക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.